കുട്ടികളിൽ വളർന്നു വരുന്ന ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, വളരെ സീരിയസ് ആയ ഇഷ്യൂസാണ്. പല കേസസും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്, ഇവിടെ ഞങ്ങളെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പം അതൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് എല്ലാവരിലും എത്തുന്നില്ല. പക്ഷേ ഇങ്ങനെ കുട്ടികളുണ്ടാകുന്ന ആത്മഹത്യക്ക് ഏക കാരണക്കാരി മാതാപിതാക്കൾ തന്നെയാണ്. കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരൻ മാതാപിതാക്കൾ തന്നെയാണ്. കാരണം 2 കുട്ടികളുണ്ടാകുമ്പം അവർ 2 പേരിൽ നമ്മൾ ഒബ്വിയസ്ലി ചെറുതിനോടായിരിക്കും സ്നേഹം കൂടുതൽ കാണിക്കുക. പക്ഷേ ഇതൊക്കെ മൂത്ത ആളുടെ മനസ്സിൽ, അത് വേറെ എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കില്ല ഒരു കാര്യം എടുക്കുന്നത്. ചെറുതിനോട് നമ്മൾ കൂടുതൽ സ്നേഹക്കൂടുതൽ കാണിക്കുമ്പോൾ മൂത്ത ആൾക്കത് തൻ്റെ മനസ്സിൽ, കുട്ടിയുടെ മനസ്സിലൊരു കാര്യം ഇംപ്ലാന്റ് ചെയ്യാണ്. എന്തിനും അച്ഛനും അമ്മയ്ക്കും അവനോടാണ് ഇഷ്ടം കൂടുതൽ, എന്നോട് ഇഷ്ടമല്ല എന്നുള്ള തോന്നൽ. പിന്നെ നമ്മൾ മൂത്ത ആളുടെ മുമ്പ് ഇളയാളെ കൊഞ്ചിക്കുന്നത്, അതൊക്കെ നമ്മൾ ചുമ്മാ തമാശയ്ക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇതൊക്കെ അവരെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നുണ്ട് നമ്മളറിയുക. അതുപോലെ തന്നെ 2 കുട്ടികൾ തമ്മിൽ, മൂത്തതും ഇളയതും തമ്മിൽ ഒരു കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുമ്പം തെറ്റ് ഇളയാളുടെ കയ്യിലാണെങ്കിലും നമ്മൾ മൂത്താളെ ശാസിക്കുന്നത്, ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പം 2 പേര് ഈക്വലായി ചീത്ത പറയുക. 2 പേർക്കും അടി കൊടുക്കുന്നെങ്കിൽ 2 പേർക്ക് ഈക്വലായി അടി കൊടുക്കുക. മൂത്തവൾ കുറച്ച് വേദനിക്കുന്ന രീതിയിൽ കൊടുത്താലും മൂത്തവളുടെ മുമ്പിൽ ചെറിയ ആൾക്കും അടി കൊടുക്കുക. പിന്നെ കുട്ടികൾ വഴക്കൂടി റൂമിൻ്റെ അകത്ത് കയറി വാതിലടയ്ക്കുമ്പോൾ നിസാരമായി തള്ളിക്കളയാതിരിക്കുക, പുറകെ പോയി തുറന്നു നോക്കുക. കാരണം അവൾ അങ്ങനെ ചെയ്യാറുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഓൺ ദ സ്പോട്ടിൽ പോയി നോക്കുക കുട്ടികൾ എന്ത് ചെയ്യുന്നു അകത്തുനിന്ന്. കാരണം ചെറിയൊരു ഷോൾ എന്തെങ്കിലും മതി അവരുടെ ശ്വാസം ഒന്ന് ജസ്റ്റ് ഒരു നിമിഷത്തിന് അവർ തോന്നി അവരുടെ ജീവൻ പോകാം. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ വല്ലാണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലെയല്ല, അവർക്ക് കുറച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്, വിവരമുള്ളവരാണ്. കുട്ടികളാന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയരുത്, പണ്ടത്തെ കുട്ടികളല്ല. അപ്പം മാതാപിതാക്കൾ കുറച്ചും കൂടെ വിജിലൻ്റ് ആയിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിൽ. കാരണം എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾ അടുത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്തു. അപ്പം ആ ഒരു വീഡിയോ കൊണ്ട് റിലേറ്റഡ് ആയിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.